Question number 8. A hexagonal pyramid of base at 25 mm and height 40 mm is surmounted centrally over a cube of 50 mm side. The cube is lying on HP on one of its square face so that one base edge of the cube and one base edge of the pyramid are parallel to VP. Draw the isometric view of the combination. ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐസോമെട്രിക് വ്യൂ ആണ്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട. ഒരു സോളിഡ് ക്യൂബാണ്, അതും വളരെ എളുപ്പമാണ്. ഇനി ഇവിടെ ഏത് സോളിഡാണ് മുകളിൽ കിടക്കുന്നത് നോക്കാം. ഹെക്സഗണൽ പിരമിഡ് ഈസ് സർമൗണ്ടഡ് സെൻട്രലി ഓവർ എ ക്യൂബ്. അതായത് ഒരു ക്യൂബിൻ്റെ മുകളിലാണ് ഹെക്സഗണൽ പിരമിഡ് കിടക്കുന്നത്. അതെങ്ങനെയാണ്? ക്യൂബിൻ്റെ വൺ ബേസ് സൈഡ് പാരൽ ടു വി പി, അതേപോലെ ഹെക്സഗണൽ പിരമിഡിൻ്റെയും ഒരു സൈഡ് പാരൽ ടു വി പി. ഇങ്ങനെയാണ് സോളിഡ്സിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് വ്യൂ ഫസ്റ്റ് ഹെക്സഗൺ വരയ്ക്കുന്നു, വൺ സൈഡ് പാരലൽ ടു എക്സ് വൈ ലൈൻ. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. പിരമിഡാണ്, ഓ ലൊക്കേറ്റ് ചെയ്തു, ഫേസ് അഡ്ജസ്റ്റ് ജോയിൻ ചെയ്തു. ക്യൂബിൻ്റെ സൈഡ് 50 ആണ്, ഈ ലെങ്ത് 25 ആണ്. അപ്പോൾ ഇത് 25 + 25, ഈ ലെങ്ത് 50 തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് 50 ആയിരിക്കില്ല. അതുകൊണ്ട് 25 ഇവിടത്തേക്ക് എടുത്തു, 25 ഇവിടേക്ക് എടുത്തപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് പലർക്കും മിസ്റ്റേക്സ് ഉണ്ടാക്കിയത്. പലരും ഈ 1 2 3 4 എന്നുള്ള സ്ക്വയർ വരയ്ക്കാതെ ഈ PQRS എന്നുള്ള റെക്റ്റാങ്കിൾ തന്നെയാണ് ക്യൂബും ആയി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല, കാരണം ഇവിടെ ലെങ്ത്ത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ സൈഡിൽ നിൽക്കില്ല. ഇവിടെയും കോർണർ കറക്റ്റ് ഈ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോപ്പ് വ്യൂ വരയ്ക്കുക, ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുന്നതാണ് നല്ലത്, അപ്പോൾ തെറ്റില്ല. ഞാനിവിടെ 1 ലൊക്കേറ്റ് ചെയ്തു, 30 ഡിഗ്രിയിൽ 50 mm 1 2, 30 ഡിഗ്രിയിൽ 1 4 ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ഈ റോംബസ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് 50 കൊടുത്ത് ഫസ്റ്റ് ക്യൂബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് 1 2 3 4 എന്ന് പറയുന്ന ഈ റോംബസിൻ്റെ ഉള്ളിലേക്ക് PQRS റോംബസ് കൊണ്ടുവരണം. അതായത് ഈ P1 ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. സിമെട്രിക് ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. 4Sഉം ഇവിടെ മാർക്ക് ചെയ്ത് ഈ 2 ലൈൻസും വരയ്ക്കുക. ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് DE വേണ്ടത്. അപ്പോൾ SE ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുക, അതേപോലെ ഇവിടെ എടുക്കുക. അങ്ങനെ ഈ ഒരു PQRS എന്ന് പറയുന്ന ഈ റോംബസിൻ്റെ ഉള്ളിൽ വേണം ഈ ABCDEF മാർക്ക് ചെയ്യാനുള്ളത്. 1 2 3 4 മാർക്ക് ചെയ്ത് വരച്ചവരുണ്ട്. ചിലർ PQRS തന്നെ വരച്ചിട്ട് ക്യൂബ് PQRS ആയി എടുത്തിട്ടുണ്ട്. അതായത് ക്യൂബിൻ്റെ റോംബസ് സ്ക്വയറിൻ്റെ റോംബസ് ആണ്, അതുപോലെ ഈ റെക്റ്റാങ്കിൾ റോംബസ് എടുത്ത് വരച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ മിസ്റ്റേക്സ് വന്നത്. ബട്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം. ആൻസർ കീ: ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് ദ ക്യൂബ് 3 മാർക്സ്. ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 3 മാർക്സ്. ഐസോമെട്രിക് വ്യൂ ഓഫ് ക്യൂബ് 6 മാർക്സ്. ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെക്സഗണൽ പിരമിഡ് വിത്ത് പ്രോപ്പർ പൊസിഷനിങ് ഓവർ ദ ക്യൂബ് 9 മാർക്സ്. ജനറൽ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് 2 മാർക്സ്. ക്യൂബ് സിമ്പിൾ സോൾഡ് ആയതുകൊണ്ട് അതിന് മാർക്ക് കുറവാണ്. 9 മാർക്സോളം അവാർഡ് ചെയ്തിരിക്കുന്നത് പിരമിഡിനാണ്.